ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ മത്തി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. മത്തി നിൽക്കുമ്പോൾ നിങ്ങൾ അത്ര വില കുറച്ചിട്ടൊന്നും കണ്ട സംഭവമില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. ഇതാ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മത്തി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മുരിച്ച് ഫ്രൈ ചെയ്യണം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യം നിങ്ങൾക്ക് പച്ചമുളകും കൂടി എടുക്കാം കേട്ടോ. ഞാനിവിടെ കാന്താരി മുളകും കൂടി മിക്സ് ആക്കിയിട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ മൺചട്ടി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന ടൈം നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഈ മീൻ അച്ചാറിനില്ലേ കുറച്ച് എരിവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ കാന്താരി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളേന്ന്. അങ്ങനെ ഇതാ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടി ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉലുവപ്പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കടുക് പൊടിച്ചതും ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കായപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റായി. ഇനി നമുക്കിതിലേക്ക് ഏറ്റവും വേണ്ട നമ്മളെ മത്തിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ഇതാ മത്തിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സംഭവം റെഡിയായി കേട്ടാ. ഇനി ഇതില്ലേ ഉണ്ടാക്കിയ പാട് കഴിക്കുന്നതിലും ടേസ്റ്റ് ഇല്ലേ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ കേട്ടോ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് വരാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാ ഞാനിത് പിന്നെ കഴിക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം കേട്ടോ. ബോട്ടിലാക്കിയതിന് ശേഷം സംഭവം അടിപൊളി ടേസ്റ്റാ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനല്ല വീട്ടിൽ നിന്ന് ആരോ എവിടെയോ പോയിട്ട് കഴിച്ചതിൻ്റെ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. സംഭവം പൊളി കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ